ശാന്തമായിട്ടിരിക്കാം. 93-ാമത്തെ സങ്കീർത്തനം വലിയൊരു അഭിഷേകത്തിൻ്റെ വചനമാണ്. കർത്താവിൻ്റെ ശക്തിയെ വിളിച്ചോതുന്ന സങ്കീർത്തനങ്ങളൊന്നാണ്. എൻ്റെ ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ്: കർത്താവ് വാഴുന്നു, അവൻ രാജാവായി അധികാരിയായി കർത്താവ് വാഴുന്നു. സങ്കീർത്തനം 93 1 മുതലുള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെയാണ് വായിക്കുക: കർത്താവ് വാഴുന്നു, അവിടുന്ന് മഹിമ അണിഞ്ഞിരിക്കുന്നു, അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കിയിരിക്കുന്നു. കർത്താവ് വാഴുന്നു, അവിടുന്ന് മഹിമ അണിഞ്ഞിരിക്കുന്നു, അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കിയിരിക്കുന്നു. പക്ഷേ കർത്താവിൻ്റെ ബലത്തെക്കുറിച്ച്, കർത്താവിൻ്റെ അധികാരത്തെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ആ ദൈവത്തിൻ്റെ വലിയ ശക്തിയെക്കുറിച്ച് ബോധ്യം നൽകുന്ന വചനമാണ്. തുടർന്നുള്ള വാക്യങ്ങൾ: ലോകം സുസ്ഥാപിതമായിരിക്കുന്നു, അതിന് ഇളക്കം തട്ടുകയില്ല. അങ്ങയുടെ സിംഹാസനം പണ്ട് മുതലേ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു, അങ്ങ് അനാദി മുതലേ ഉള്ളവനാണ്. ഈ ഒരു സങ്കീർത്തനത്തിനെ 2 ഭാഗമായിട്ട് തിരിക്കാം. ആദ്യത്തെ ഭാഗത്ത് ഈ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുകയാണ്. ദൈവം എത്ര ഉന്നതനാണെന്നും ആ ദൈവത്തിൻ്റെ ശക്തി എത്ര വലുതാണെന്നും പറയാം. ഒരു വിശ്വാസിയുടെ ഉള്ളിൽ ഈശോയെ ആരാധിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന